ഇന്ന് തജിക്കിസ്ഥാൻ്റെ ട്രഡീഷണൽ റൈസായ ചിക്കൻ ഓഷാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2.5 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് 6 ക്യാരറ്റും ഒരു വലിയ സവാളയും ജൂലിയൻ കട്ട് ചെയ്തെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് മൊരിപ്പിച്ചതിന് ശേഷം അടുത്ത ട്രിപ്പ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് അത് മുഴുവനും മാരിനേറ്റ് ചെയ്ത ചിക്കൻ മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാറ്റിയതിന് ശേഷം ഈ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒന്ന് ക്രഷ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്നതിന് ശേഷം ക്യാരറ്റും ചേർത്ത് ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് നന്നായി വഴഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും ചേർത്ത് എല്ലാ ഭാഗത്തും യോജിക്കുന്ന രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അരി എത്രയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും മൂടി വെച്ച് വേവിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തജിക്കിസ്ഥാൻ്റെ ട്രഡീഷണൽ റൈസായ ചിക്കൻ ഓഷാണ് റെഡി ആയിട്ടുള്ളത്.